ഇവിടെ വർഷങ്ങളായി ഈ സിനിമ ഫീൽഡിൽ വന്നിട്ട്. അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നസീർ സാറിന്റെ കാലഘട്ടം ഇല്ല അത് കാണാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞുള്ള കാലഘട്ടത്തുണ്ടായിരുന്നു, പുതിയ കാലഘട്ടത്തുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഈ സിനിമയിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് സുനിലെ. അതായത് അല്ല, ഞാൻ പറഞ്ഞ നസീർ സാറ് 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചത് 6-7 പടത്തിനാണ്. ഇപ്പൊ ഒരു പടത്തിന് 1 കോടിയും 2 കോടിയും. അല്ല, കാലഘട്ടം കണ്ടാണ് അന്നത്തെ മൂല്യം നോക്കണം. അല്ല, മൂല്യം നോക്കിയാലും നിങ്ങൾ എത്ര കമ്പയർ ചെയ്താലും നസീർ സാറിന്റെ കാലഘട്ടത്തിൽ നിന്ന് 1 കോടി വാങ്ങിക്കാനുള്ളതൊന്നുമാരായിട്ടില്ല. നസീർ സാറിനെ വെച്ച് നിങ്ങളൊരു പടം ചെയ്താൽ അത് മിനിമം ഗ്യാരണ്ടി അല്ലേ. നിങ്ങളുടെ മുടക്ക് മുതലും കുറച്ച് ലാഭമെങ്കിലും വാങ്ങിത്തരുമെന്ന് ഉറപ്പുണ്ട്. ഇവന്റെ തിരിച്ചു കൊടുക്കൂല്ലേ? ക്യാഷല്ല, അങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പടം പൊളിഞ്ഞാൽ ആദ്യ ഷോ പുള്ളി എല്ലായിടത്തും, കേരളത്തില് കോഴിക്കോട്ടും പാലക്കാട്ടും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ പുള്ളിക്ക് ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പടം റിലീസ് ചെയ്താൽ, അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു പടം റിലീസ് ചെയ്താൽ അന്ന് ഉച്ചയ്ക്ക് പുള്ളിക്ക് അറിയാം ആ പടം എന്തായി. അപ്പൊ അദ്ദേഹത്തിന്റെ പടം റിലീസ് ചെയ്താൽ പടം പൊളിഞ്ഞു എന്ന് കണ്ടാൽ അപ്പൊ തന്നെ അദ്ദേഹം ആ പ്രൊഡ്യൂസറെ വിളിക്കും. അസേ, നമുക്ക് ഒരു പടം ചെയ്യാം, ഒരു കഥയൊക്കെ റെഡിയാക്കോ സാർ. ഇപ്പൊ ഇന്ത്യയിൽ അതിനുള്ള സാമ്പത്തികമല്ല, പൈസ ഞാൻ ശരിയാക്കി തരാമെന്നേ. നിങ്ങൾക്ക് എത്ര രൂപ വേണം, അത് ഞാൻ ശരിയാക്കി തരാം. സാർ എപ്പോൾ ഡേറ്റ് ചെയ്തിരുന്നു? അപ്പൊ നസീർ സാർ ഒരു ദിവസം 3 പടത്തിൽ അഭിനയിക്കുകയാണ്. 6 മുതൽ 1 മണി വരെയും, 2 മണി മുതൽ വൈകിട്ട് 6 വരെയും, അവിടെ നിന്ന് 6 മുതൽ 9-10 മണി വരെയും വേറൊരു പടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം 3 പടത്തിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ 3 പ്രൊഡ്യൂസർമാരെയും വിളിച്ചിട്ട് 6 മുതൽ 12 1 മണി വരെ എന്നുള്ള 12 ആക്കും. അതിന് 1 മണിക്കൂർ എടുക്കും. 2 മുതൽ 6 വരെ എന്നുള്ള 1 മണിക്കൂർ എടുക്കും. ഈ ഇവിടെ നേരത്തെ 1 മണിക്കൂർ അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് 2 മണിക്കൂറാക്കി മാറ്റും. രാത്രിയുള്ള ഇന്ന് 1 മണിക്കൂർ എടുക്കും. 3 മണിക്കൂർ കിട്ടി. പുള്ളി ഉറങ്ങാനുള്ള 2 മണിക്കൂർ കുറയ്ക്കും. അങ്ങനെ 5 മണിക്കൂർ എടുത്ത് വേറൊരു പടത്തിൽ അപ്പോൾ പൊളിഞ്ഞ പ്രൊഡ്യൂസർക്ക് കൊടുക്കും. മനസ്സിലായ? ഇവിടെ പൊളിഞ്ഞ ഒരു പ്രൊഡ്യൂസർ കാറിൽ വന്നിറങ്ങിയ കൂവുന്ന നായകൻ, അതായത് അയാളുടെ പടത്തിൽ അഭിനയിച്ച നായകൻ കൂവിയ നാടാണ്. അതാണ് നസീർ സാറും ഇപ്പോഴത്തെ ആളുകളുമായിട്ടുള്ള വ്യത്യാസം. ഈ റെമ്യൂണറേഷൻ തന്നെ, അതായത് അവരുടെ ശമ്പളം തീരുമാനിക്കുന്ന അവരാണല്ലോ. അവർക്ക് തീരുമാനിക്കും, അതിൽ തെറ്റില്ല. ഞാൻ എനിക്ക് എത്ര ശമ്പളം വേണം ഞാനാ തീരുമാനിക്കും. നിങ്ങൾ കൊടുക്കണോ വേണ്ടത് നിങ്ങളാ തീരുമാനിക്കും. ലഹരി ഒരുപാട് ഉപയോഗം ഇതായിപ്പോലെ ഇതിൻ്റെ അകത്ത്. ലഹരി പണ്ടും ഉണ്ടെന്നേ. പണ്ട് കഞ്ചാവ് വാറ്റി ഉണ്ടാക്കുന്ന ലേഹി ഉണ്ടായിരുന്നു. മലയാള സിനിമയിലെ വമ്പന്മാരായ ഒരുപാട് പേര് കറുപ്പ് കഴിക്കുമെന്ന് എനിക്കറിയാം. കറുപ്പ് എന്താണെന്ന് പറയുന്നത്, നിങ്ങൾ അരനാഴിക നേരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, അതിൽ കുഞ്ഞാനച്ചൻ എന്ന് പറഞ്ഞ കൊട്ടാരക്കര ചെയ്യുന്ന നായക വേഷം കറുപ്പ് തിന്നുന്ന ആളാണ്. പക്ഷേ കറുപ്പായാലും കഞ്ചാവായാലും പട്ടച്ചാരായാലും ഇപ്പോഴത്തെ പുതിയ ആധുനിക എന്തോ ആവട്ടെ, പക്ഷെ അന്നത്തെ കാലത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്നുള്ളവർ ഫസ്റ്റ് പ്രിഫറൻസ് അവരെപ്പോഴും സിനിമയ്ക്കാണ് കൊടുത്തത്. സ്വന്തം ശരീരം സൂക്ഷിക്കാൻ എക്സസൈസ് ചെയ്യാൻ. നസീർ സാറൊന്നും ആരെയും കൊണ്ടുവിടുന്നില്ലെന്ന്. അദ്ദേഹത്തിന്റെ സൗന്ദര്യം ഇവർക്കാർക്കും ഇല്ല, ഉണ്ടോ? ആ മനുഷ്യൻ രാവിലെ അഴിച്ച് ചെറിയ എന്തോ കസർത്തുകളൊക്കെയാണ് റൂമിനകത്ത് ചെയ്യുക. എന്നിട്ട് എന്ത് ഭക്ഷണം കൊടുത്താലും അമൃത് പോലെ കഴിച്ച് നന്നായി എന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റം പറയില്ല. അഥവാ താല്പര്യമില്ലാത്ത കൊഴുക്കട്ടയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കൊഴുക്കട്ട ചളിച്ചു പോയതാണെങ്കിൽ പുള്ളി മനോഹരം എന്ന് പറഞ്ഞ് വച്ചോണ്ടിരുന്നിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണും. ഇങ്ങനെ പരാതി പറയില്ല. ദിനേശന്റെ പുതിയൊരു സിനിമയോ സീരിയലോ ചെയ്യാൻ താല്പര്യമില്ല? എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. സീരിയൽ ചെയ്യാൻ ഒരുപാട് താല്പര്യമുണ്ട്. സബ്ജക്റ്റിൽ ഒരുപാട്, പ്രത്യേകിച്ചും സീരിയലിലാണെങ്കിൽ ഇരട്ട റോള്, നായകൻ ഡബിൾ റോള് വരുന്ന എനിക്കറിയാം. അല്ല, അങ്ങനെ സീരിയൽ വന്നിട്ടില്ല, ഡബിൾ റോൾ വന്നിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ നായകന്റെ ഡബിൾ റോൾ വന്നാലേ 1000 എപ്പിസോഡ് പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതിൽ ഈ അമ്മാവിയെ മരുമോള് കൊല്ലുകയോ മരുമോളെ തലയിൽ പെട്രോൾ ഒഴിക്കുകയോ ഒന്നും വേണ്ട. അല്ലാതെ തന്നെ നാടകീയമായ മുഹൂർത്തങ്ങൾ കൊണ്ട് മനോഹരമായി സമ്പന്നമായി ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റിന്റെ സ്വന്തം സബ്ജക്ട്. ഈ ശാന്തിവിള ദിനേശ് അഹങ്കാരി എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വരെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു എല്ല് കൂടുതലാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പേന കയ്യിലുള്ളത് കൊണ്ടാണ് ഒരു എല്ല് കൂടുതലെന്നാണ് പുള്ളി പറയുന്നത്. സുഹൃത്തിന്റെ സെറ്റ് വെച്ചാണ് പറഞ്ഞത്. പട്ടർ റഷീദിനോടാണ് പറഞ്ഞത് ഇവനൊരു പേന ഉള്ളതുകൊണ്ടേ ഇവനൊരു എല്ല് കൂടുതലാണ്. ഞാൻ വളരെ പൊട്ടനെ പോലെ നിന്നിട്ട് പറഞ്ഞു, അതല്ല, എന്റെ നാള് ശരിയല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എന്താ നാള്? ഞാൻ പറഞ്ഞു, ഞാൻ വിശാഖമാണ്. ഈ വിശാഖം എന്ന് പറഞ്ഞാൽ ഒരുത്തിനെ വകവയ്ക്കില്ല എന്നാണ് പറയണത്. എന്നിട്ട് ഞാൻ നടന്നങ്ങ് പോയപ്പോ മമ്മൂക്ക റഷീദിനോട് പറയാം, അവൻ എനിക്കിട്ട് ഊതിയതാണെന്ന്, കാരണം പുള്ളിയും വിശാഖ. അപ്പൊ ഞാൻ വഴങ്ങുന്ന ഒരാളാകട്ടെ, എല്ലാവർക്കും വഴങ്ങുന്ന ആളാണ്. ഇപ്പൊ സിനിമാ സെറ്റുകളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാലും അസോസിയേറ്റ് ഡയറക്ടർ ആയാലും ഡയറക്ടർമാരായാലും ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്ന ആളാണ് തിലകൻ ചേട്ടൻ. ഞാൻ വർക്ക് ചെയ്ത ഒരു സെറ്റിലും മോശമായ മുഖം കറുത്തൊരു വാക്ക് തിലകൻ ചേട്ടന് പറയേണ്ടി വരികയോ തിലകൻ ചേട്ടൻ എന്റെ പിണങ്ങുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മരിക്കുന്നത് വരെ നല്ല ബന്ധമായിരുന്നു. ആൾക്കാർ കാണുന്നത് ശാന്തിവിള ദിനേശല്ല, ഈ ശാന്തിവിള ദിനേശല്ലേ? അതെനിക്കറിഞ്ഞൂടാ. ഞാൻ എന്റെ ശരികളിലേ ജീവിക്കൂ. അത് ആരുടെ ലൈസൻസ് ഇല്ലെങ്കിലും ആര് ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിലും ഞാൻ എന്റെ ശരി സഹായിയാണല്ലേ? അങ്ങനെ ഞാൻ പറയില്ല. അങ്ങനെ നല്ലൊരു മനസ്സിനുടമയാണ്. അങ്ങനെ എന്തായാലും ഈ കാണുന്ന ശാന്തിവിള ദിനേശല്ല, ദിനേശ് ചേട്ടൻ ഒരു പാവമാണ്. പക്ഷെ ഈ പറയുമ്പോൾ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തി ആയിപ്പോയി.
നിങ്ങളും അങ്ങനെ ഞാൻ എൻ്റെ മോനെ അങ്ങനെ പഠിപ്പിച്ചത്. എൻ്റെ ഭാര്യ എപ്പോഴും വഴക്കുറ, അണ്ണനോ നന്നായില്ല, എന്തിനാണ് ആ ചെറുക്കനെ കൂടെ വഴി എത്തിക്കുന്നത്. എപ്പോഴും ദിനേശ് ഉണ്ടെങ്കിൽ ഓരോ ഇന്റർവ്യൂലും സിന്ധു 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 എടുത്തെടുത്ത് പറയും. എനിക്ക് സിന്ധു അച്ചുവല്ലേ ഉള്ളൂ ജീവിതത്തിൽ, വേറെ ഒന്നുമില്ലല്ലോ. എനിക്ക് സ്വന്തമായി വീട് പോലും ഇല്ലല്ലോ, ഇതുപോലും വാടക വീടല്ലേ. എനിക്ക് സിന്ധു അച്ചു മാത്രമേ ഉള്ളൂ, എൻ്റെ മകനും എൻ്റെ ഭാര്യയും അല്ലാതെ എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഇപ്പൊ എൻ്റെ പാറു, ഈ നായി, ഞങ്ങൾ 4 പേരുള്ള ലോകമാണ്. 4 പേരും കള്ളത്തരം കാണിക്കാതെ, പറ്റിക്കാതെ, ആരെയും പറ്റിക്കാതെ അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ. അപ്പൊ എനിക്ക് എന്ത് കഥ പറയുമ്പോഴും എൻ്റെ സിന്ധുവും എൻ്റെ അച്ചുവും ആ കഥയിൽ കടന്നു. എന്റെ സിന്ധു എപ്പോഴും പറയും. പിന്നെ അത് എല്ലാ ഇന്റർവ്യൂ അല്ല എന്ത് ഇതായിരുന്നാലും. അല്ലെങ്കിൽ ഞാൻ ഈ 38-39 വർഷം സിനിമയിൽ നിന്നതിനിടയിൽ എനിക്ക് 6 ഭാര്യമാരുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഒരു കണ്ണുകൊണ്ട് പോലും ഒരു പെൺകുട്ടിയെ അപമര്യാദയായി സിനിമയിൽ നോക്കിയിട്ടില്ല. അതാണ് എൻ്റെ അസറ്റ്, മൂലധനം. കണ്ണുകൊണ്ട് പോലും. പിന്നെ മദ്യം, ഒരു ലഹരി പദാർത്ഥങ്ങളെ, നോണ്, ഇതൊന്നും കഴിക്കില്ല. ഒന്നുമില്ല. നേരെ വന്നോണ്ട് ജീവിക്കുന്നു. ശരി ഏതാണെന്ന് എനിക്ക് തോന്നിയാൽ ആ ശരിയുടെ പക്ഷത്ത് നിൽക്കും. അല്ലാതെ എന്റെ കൂട്ടുകാരല്ലേ സുനില് തെറ്റ് ചെയ്തല്ല അത് നമ്മൾ പറയണ്ട, പറയും. അതുകൊണ്ട് എന്തുപറ്റാ നല്ല സുഹൃത്തുക്കളും ഇല്ല. കാരണം അവനെ പറ്റിയും പറയല്ലേ. ഞാൻ എവിടെയെങ്കിലും ഈ വടിവത്ത ഉടുപ്പും വടിവത്ത മുണ്ടും കൊടുത്തൊരു കല്യാണത്തിന് നിൽക്കുമ്പോഴേ എനിക്ക് കടം തന്നതിൽ ഒരാൾ അവിടെ നിന്നോട്ട് പറയുന്നത്, അവൻ ഇട്ടിരിക്കുന്ന ആ ഷർട്ടും മുണ്ടുണ്ടല്ലോ, അത് എന്റെ പൈസയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് 1,65,00,000 രൂപ പറഞ്ഞിട്ട് കൊടുക്കാത്ത വീടിനെ 1,30,00,000 രൂപയ്ക്ക് വിറ്റിട്ട്, അപ്പോൾ 35 ലക്ഷം പോയേ. കാരണം 1,65 പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ ഈ വീട് വാങ്ങിക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഞാൻ 2.5 കോടിക്ക് പരസ്യം കൊടുത്ത വീടാണ്. അപ്പോൾ 2 കോടിയാണെങ്കിൽ കൊടുത്തന്നെ. അപ്പോൾ 1,65 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം എൻ്റെ മകൻ 50 വർഷം നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ചുടുകട്ടിയും മണലും മാത്രം ഉപയോഗിച്ച് ചെയ്ത വീടാണ്. പിന്നെ 1,35 1,65 കൊടുക്കാത്ത വീടിനെ മാസങ്ങൾക്ക് ശേഷം ദിനേശ് ഏട്ടാ, ദിനേശ് സാർ, ദിനേശ് ജി എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നവര്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് 5,000 രൂപ മാസം പലിശ കൊടുക്കുന്നത് 1 ലക്ഷം രൂപയ്ക്ക് 1,65,000 രൂപ പലിശ കൊടുത്തിട്ട് പോലും പലിശ വാങ്ങിക്കാൻ വരും. പറഞ്ഞെന്തിനാ പറയാം, ചേട്ടാ 3 മാസത്തിനകം തരാമെന്ന് പറഞ്ഞു വാങ്ങിച്ചാണ്. വർഷം എത്രയെന്നറിയാം. അതായത് കഴിഞ്ഞ 2-3 വർഷം പലിശ കൊടുക്കില്ല എന്ന് തോന്നി കേൾക്കുമ്പോൾ. അങ്ങനെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം ഭാര്യയും മകനും ഒറ്റക്കെട്ടായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ വീട്ടിൽ താമസിച്ച് കൊതി തീർന്നില്ല, നമുക്കത് വിൽക്കാൻ വെച്ചാൽ നമുക്ക് വാടക വീട്ടിൽ പോയാലും കുഴപ്പമില്ല, അഭിമാനമല്ലേ വരും എന്ന് പറഞ്ഞപ്പോൾ 1,65 പറഞ്ഞ വീടിന് 1,30 കൊടുത്ത് 1,18,00,000 രൂപയും കടം തീർത്തിട്ട് ഇപ്പൊ ഈ വാടക വീട്ടിൽ താമസിക്കുന്നവനാണ് ദിനേശ്. എന്നെ ഏവൻ തോപ്പിക്കേ. എന്തായാലും ഇനി ഒരുപാട് സിനിമകളൊക്കെ വരട്ടെ. ഒന്നും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, യൂട്യൂബ് നന്നായിട്ട് പോയാൽ മതി. പിന്നെ ഞാൻ 24-ാം തീയതി ആവുമ്പോ താങ്കൾക്ക് ഇത്ര ഡോളറാണ് ഈ മാസത്തെ വരുമാനം എന്നുള്ള മെസ്സേജ് വരും. ഡോളർ 28-ാം തീയതി ആവുമ്പോ ഇന്ത്യൻ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇത്ര അക്കൗണ്ട് ആണെന്നുള്ള അക്കൗണ്ട് വരും. ഞാൻ അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കും, മകന്റെ പോലും ശമ്പളം വാങ്ങാതെ. ദിനേശ് ചേട്ടൻ എന്നെ വിളിക്കുന്നത് പ്രാട്ടിന്നാണ്. എനിക്ക് അതാ ഇഷ്ടം. ദിനേശ് എന്റെ വൈഫ് എന്നെ വിളിക്കുന്നത് പ്രാട്ടിന്നാണ്. നമ്പർ വരെ ഫീഡ് ചെയ്തിട്ട് പ്രാട്ടി. പിന്നെ ഇതിപ്പോ ഇതായോണ്ടാണ് സുല്യെന്ന് വിളിച്ചത്. എനിക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ ആ ക്യാരക്ടർ, ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ആ പ്രാട്ടിന്ന് മറ്റവനെ വിളിക്കുന്ന കേൾക്കുമ്പോഴേ എനിക്ക് ആ പോക്കറ്റ് കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമാണ്. സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന. നിങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നതിൽ മാത്രമേ എനിക്ക് പ്രയാസം. അത് ഈ ഓരോ ചെറിയ വർക്കുകളും കാര്യങ്ങളും, പിന്നെ നമുക്ക് ഈ പറയുമ്പോൾ ഓരോ ആവശ്യങ്ങളുണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ അത് നിലനിർത്തണം കേട്ടോ. മുൻഷി പോലെ അത് നിലനിർത്തണം. കാരണം നല്ല രസമാണ് നിങ്ങൾ രണ്ടുകൂടെ ചെയ്യുന്നത്. നിങ്ങൾ നല്ല കോമ്പിനേഷനാണ് നിങ്ങളും ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യണം. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ. എല്ലാവിധ ആശംസകളും, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എന്റെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും നല്ലൊരു നമസ്കാരം.